നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ 11 കളികളായി. എല്ലാ ടീമുകളും 2 വീതം കളികൾ കളിച്ചു കഴിഞ്ഞു. 2 ടീമുകൾ 3 കളികൾ കളിച്ചിട്ടുണ്ട്. അത് SRHും CSKയുമാണ്. അപ്പോൾ ഓരോ ടീമും അവരുടെ ഓരോ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി, എല്ലാ ടീമുകളും പൂർത്തിയാക്കുമ്പോഴാണ് നമ്മുടെ പവർ റാങ്കിങ്ങും പെർഫോമൻസ് റാങ്കിങ്ങും ഒക്കെ വരിക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് അറിയാവുന്നതാണ്. പവർ റാങ്കിങ് നമ്മൾ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് നടത്തുന്നതായതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവും. ഇത്തവണ നമ്മൾ ആരംഭിച്ച പുതിയ സീരീസാണ് പെർഫോമൻസ് റാങ്കിങ്. ഓരോ റൗണ്ടിലെയും താരങ്ങളുടെ മികച്ച പ്രകടനം വിലയിരുത്തി അതിന് ഒരു റാങ്കിങ് കൊടുക്കുന്നതാണ് പെർഫോമൻസ് റാങ്കിങ്. നിരവധി കിടിലൻ പെർഫോമൻസ് ഈ രണ്ടാം റൗണ്ടിൽ, അതായത് IPLൻ്റെ മാച്ച് 6 മുതൽ മാച്ച് 11 വരെയുള്ള ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനമെന്ന് നമ്മൾ വിലയിരുത്തിയ 5 പ്രകടനങ്ങളാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ 5-ാം സ്ഥാനത്ത് 4 അങ്ങനെ ആയിരിക്കും പറഞ്ഞു പോകുക. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ 50 റൺസ് അടിച്ചു, മറ്റാൾ 100 റൺസ് അടിച്ചു. എന്നിട്ട് 100 റൺസുള്ളയാളെ ഒന്നാമതാക്കാതെ 50 റൺസ് എടുത്തുള്ള ആളെ നീ എങ്ങനെയാണ് ഒന്നാമതാക്കിയത്, അതിൻ്റെ ലോജിക്ക് എന്താണെന്നൊക്കെ ചോദിച്ച് കുറേ ആളുകൾ വരും. സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ആ കളിയിൽ ഈ പെർഫോമൻസ് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നതുകൂടി പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെർഫോമൻസ് റാങ്കിങ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. ഓരോരുത്തരും കളിയെ വിലയിരുത്തുന്നത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മൾ ഏതായാലും ഇത്തവണത്തെ പെർഫോമൻസ് റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. 5-ാം സ്ഥാനത്ത് പെർഫോമൻസ് റാങ്കിങ്ങിൽ 5-ാമതുള്ളത് തുഷാർ ദേശ്പാണ്ഡെയാണ്. എന്താ അങ്ങനെ? ദേശ്പാണ്ഡെ ഒരൊറ്റ ഓവർ എറിഞ്ഞത് കൊണ്ടാണോടോ താൻ ഇപ്പോൾ മികച്ച 5 പെർഫോമൻസിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. എന്താ സംശയം? ആ ഓവർ ആ കളിയിൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാണ്. രാജസ്ഥാൻ റോയൽസ് GTയെ പരാജയപ്പെടുത്തിയ മത്സരം 6 റൺസിൻ്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ജയിക്കാൻ അവസാന ഓവറിൽ 11 റൺസ് വേണ്ടിയിരുന്ന GTക്ക് വെറും 4 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. തുഷാർ ദേശ്പാണ്ഡെക്ക് കൈയടിക്കണം. ഹീറോ തുഷാർ ദേശ്പാണ്ഡെ. വലിയ രൂപത്തിൽ വിമർശനങ്ങൾ, കളിയാക്കലുകൾ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും തുഷാർ ദേശ്പാണ്ഡെക്ക്. പക്ഷെ അവൻ്റെ സ്കില്ലിൽ അവന് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതവൻ്റെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ റിയാൻ പരാഗ് ആ ഘട്ടത്തിൽ നാന്ദ്രെ ബർഗർക്ക് ഓവർ ഉണ്ടായിട്ടും സന്ദീപ് ശർമ്മക്ക് ഓവർ ഉണ്ടായിട്ടും 2 ഓവറിൽ അതുവരെ 20 റൺസ് കൊടുത്ത് നിന്നിരുന്ന തുഷാർ ദേശ്പാണ്ഡെക്ക് ഈ ഒരു നിർണായകമായ ക്രൂഷ്യലായ ഓവർ കൊടുക്കുന്നത്. റാഷിദ് ഖാൻ്റെ വിക്കറ്റ് എടുത്തു എന്ന് മാത്രമല്ല, ആ ഒരു ഓവറിൽ അയാൾ കാണിച്ചൊരു ആറ്റിറ്റ്യൂഡുണ്ട്. റിട്ടേൺ ആയിട്ട് വരുന്ന ബോൾ തടുക്കാനും മറ്റുമൊക്കെ ശ്രമിച്ച് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് അതിൽ കാണാമായിരുന്നു. വിജയിക്കാനുള്ള ത്വര അതിൽ കാണാമായിരുന്നു. കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്രകടനമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫിഗേഴ്സ് അത്ര വലുതായില്ല. 3 ഓവറിൽ 24 റൺസിന് 1 വിക്കറ്റ്. ശരി, അതൊരു മീഡിയോക്കർ പെർഫോമൻസ് എല്ലാം ചോദിക്കും. പക്ഷേ കളിയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വലുതാണ്. ദാറ്റ്സ് വൈ തുഷാർ ദേശ്പാണ്ഡെ ഈസ് അറ്റ് നമ്പർ 5. പവർ റാങ്കിൽ 5-ാം സ്ഥാനത്ത് തുഷാർ ദേശ്പാണ്ഡെ. കഴിഞ്ഞ പവർ റാങ്കിങ് ഓർമ്മയുണ്ട്. പെർഫോമൻസ് റാങ്കിങ്, പവർ റാങ്കിങ് അല്ല, ഇത് പെർഫോമൻസ് റാങ്കിങ്ങാണ്. കഴിഞ്ഞ പെർഫോമൻസ് റാങ്കിങ് ഓർമ്മയുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ 5-ാമതാരായിരുന്നു? ഹിറ്റ്മാനും വൈഭവ് സൂര്യവംശിയുമായിരുന്നു. അപ്പോൾ അത് ഹിറ്റ്മാൻ 1ാമത് കൊടുക്കണം, അല്ലെങ്കിൽ വൈഭവന് 1ാമത് കൊടുക്കണം എന്നൊക്കെ അഭിപ്രായം പലരും പറയേണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം. നിങ്ങളുടെ പെർഫോമൻസ് റാങ്കിങ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. 4-ാമത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്, NKR. അതിപ്പോൾ ഏത് കളിയാണ് എടുത്തതെന്ന് ചോദിക്കാൻ ആളുണ്ടാവും. 2 കളി അവർ കളിച്ചു ഈ ഒരു 2-ാം റൗണ്ടിൽ. അപ്പോൾ അതിൽ KKRനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മൾ ഈ ഒരു റാങ്കിങ് കൊടുക്കാനുള്ള കാരണമായിരിക്കുന്നത്. ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും അദ്ദേഹമായിരുന്നു. മികച്ച രൂപത്തിലുള്ളൊരു ഓൾറൗണ്ട് പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. നിതീഷ് കുമാർ റെഡ്ഡി 24 പന്തുകളിൽ നിന്ന് 4 4-ഉം 1 6-ഉം അടക്കം 39 റൺസാണ് അന്നത്തെ കളിയിൽ സ്കോർ ചെയ്തത്. അതിനുപരി ബൗളിങ് എടുത്തു പറയണം. കാരണം SRHൻ്റെ ബൗളിങ്ങിനെ കുറിച്ച് ആശങ്കകൾ ഉയരുന്നൊരു സമയമാണ്. ആ സമയത്ത് ഇപ്പം പാറ്റ് കമിൻസ് ഇല്ലാത്തത് അവരെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ആ കളി വിജയിക്കുന്നതിൽ 2 ഓവർ എറിഞ്ഞുകൊണ്ട് അദ്ദേഹം മികവ് കാണിച്ചത്. 2 ഓവറിൽ 17 റൺസിന് 2 വിക്കറ്റുകൾ നിതീഷ് കുമാർ റെഡ്ഡി എടുത്തിരുന്നു. ഒന്ന്
അതിലെടുത്തൊരു വിക്കറ്റ് റിങ്കു സിംഗിൻ്റേതാണ് എന്ന കാര്യം ഓർക്കുക. റിങ്കു ആ കളിയിൽ മോശമല്ലാതെ കളിച്ചു വരികയായിരുന്നു. കൂടാതെ തൊട്ടു പിന്നാലെ അനുകുൽ റോയിയെയും അദ്ദേഹം മടക്കി വിട്ടിരുന്നു. സോ അന്ന് ആ കളി വിജയിക്കുന്നതിൽ പ്രധാന പങ്ക് നിതീഷ് കുമാർ റെഡ്ഡി വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്രകടനമാണ്. ദാറ്റ്സ് വൈ നിതീഷ് കുമാർ റെഡ്ഡി അറ്റ് നമ്പർ 4. ദെൻ നമ്പർ 3, വാവ് മറ്റൊരു SRHൻ്റെ കളിയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ SRHൻ്റെ എതിരാളിയായ താരം കഴിഞ്ഞ സീസണിലൊക്കെ SRHനൊപ്പം ഉണ്ടായിരുന്ന താരമാണ്. യെസ്, മുഹമ്മദ് ഷാമി അറ്റ് നമ്പർ 3. പെർഫോമൻസ് റാങ്കിങ്ങിൽ ഷാമി നമ്പർ 3 വരുന്നു. കാരണം SRH 200 വളരെ അനായാസം അടിച്ചു പോകുന്ന ടീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ടീഷൻ അനുസരിച്ച് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ് 4 ഓവറുകൾ തുടർച്ചയായിട്ട് എറിഞ്ഞ് വെറും 9 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ, 2 കീ വിക്കറ്റുകളാണ് മുഹമ്മദ് ഷമി എടുത്തത്. ആരുടെ വിക്കറ്റ്? ട്രാവിസ് ഹെഡിൻ്റെയും അഭിഷേക് ശർമ്മയുടെയും. യെസ്, LSG വേഴ്സസ് SRH മത്സരത്തിൽ നമുക്ക് പറയാൻ എഡൻ മൾക്രമിൻ്റെ ബാറ്റിംഗ് ഉണ്ടാവും, ഋഷഭ് പന്തിൻ്റെ സമചിത്തയോടുകൂടി ടീമിനെ വിജയിപ്പിച്ച പ്രകടനമുണ്ടാകും. അതിനേക്കാളൊക്കെ ഉപരി SRHൻ്റെ പ്രതീക്ഷകളെ തുടക്കത്തിലെ തുലച്ചു കളഞ്ഞ ബൗളിങ്ങുമായിട്ട് കളി പിടിച്ച മുഹമ്മദ് ഷാമി, അയാളാണ് നമ്മുടെ ഈ പെർഫോമൻസ് റാങ്കിങ്ങിൽ ഇടം പിടിക്കുന്നത്. ഒരുപാട് അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഷമി തൻ്റെ പെർഫോമൻസുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇതാ 3-ാം സ്ഥാനത്ത്, പെർഫോമൻസ് റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത്. പെർഫോമൻസ് റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്ത്, കഴിഞ്ഞ പെർഫോമൻസ് റാങ്കിങ്ങിൽ ആരാ രണ്ടാമെന്ന് ഓർമ്മയുണ്ട? അയാൾ തന്നെയാണ്. യെസ്, സമീർ റിസ്വി. എന്തൊരു പെർഫോമൻസാണ് പയ്യനിപ്പോൾ DC വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമ്പാക്റ്റ് സബ് റോളിൽ അങ്ങ് വന്നിട്ട് കളി അങ്ങ് പിടിക്കുന്ന സമീർ റിസ്വി. കഴിഞ്ഞ കളിയിൽ ഇത് കണ്ടു, മുംബൈക്കെതിരെയും അത് കണ്ടു. മുംബൈക്കെതിരെ 51 പന്തിൽ 7 4ഉം 7 6ഉം അടക്കം 90 റൺസാണ് അടിച്ചത്. അവനാണ് ആ കളി അനായാസം DC വിജയിക്കും എന്ന ഉറപ്പുണ്ടാക്കിയത്. ഇപ്പോൾ ഈ സീസണിലെ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ തലയിൽ ഓറഞ്ച് ക്യാപ്പുമായിട്ട് നിൽക്കുന്ന പയ്യൻ കൂടുതൽ മികച്ച പ്രകടനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള സൂചനയാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ നേടിയ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൂടി നോക്കുമ്പോൾ ഈ സീസണിൽ 2ഉം കൂടി ചേർക്കുമ്പോൾ തുടർച്ചയായി 3 പുരസ്കാരങ്ങൾ, പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ വാങ്ങുന്ന 8ാമത്തെ താരമായിട്ട് അവൻ മാറിയിരിക്കുകയാണ്. സോ സമീർ റിസ്വി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്, ആ പെർഫോമൻസ് ഉണ്ടല്ലോ, ആ പെർഫോമൻസാണ് 2ാം സ്ഥാനത്ത്. ഒന്നാമത് ഈ റൗണ്ടിൽ ഒന്നാമത് ആർക്കും സംശയമുണ്ടോ? അയാൾ തന്നെ, ടിം ഡേവിഡ്. CSK RCB തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കളിയിൽ ഈ 2 ടീമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ടിം ഡേവിഡിൻ്റെ ബാറ്റിംഗ് ആണ്. ടിം ഡേവിഡ് അവസാനത്തെ 5 ഓവറുകളിൽ 97 റൺസാണ് RCB ഇന്നലെ CSKക്ക് മേലെ അടിച്ചു കൂട്ടിയത്. അതിൽ വളരെ ചെറിയ സംഭാവനയാണ് രജത് പട്ടിദാറുടെ ഭാഗത്തു നിന്നുള്ളത്. ബാക്കിയൊക്കെ ടിം ഡേവിഡിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ടിം ഡേവിഡ് 25 പന്തിൽ നിന്ന് 3 4ഉം 8 6ഉം അടക്കം 70 റൺസ്. ശരിയാണ്, അദ്ദേഹത്തിന് പിഴച്ചു എന്ന് തോന്നിയൊരു ഘട്ടമുണ്ടായിരുന്നു ആ ഒരു കമ്പോജിൻ്റെ ബോളിലുണ്ടായിട്ടുള്ള ഔട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് CSKക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് ഇല്ലീഗൽ ഡെലിവറി ആണെന്ന് വിധിച്ചു. ബസർ മുഴങ്ങി, നോ ബോളായി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജെമി ഒവേർട്ടിനൊക്കെ എടുത്തിട്ടങ്ങ് അലക്കി. കളി പൂർണ്ണമായിട്ടും RCBക്ക് അനുകൂലമാക്കിയത് ടിം ഡേവിഡ് ആണ്. അല്ലൊന്നും പറയാൻ ആളുണ്ടാവും, ഡേവിഡ് മാത്രമല്ലല്ലോ ബാക്കിയുള്ളവരൊക്കെ അടിച്ചിട്ടില്ലേന്ന്. എടോ, CSK 200 അടിച്ചു കേട്ടോ. പിന്നെ ഈ 2 ടീമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? ദാറ്റ് ഡിഫറൻസ് ഈസ് ടിം ഡേവിഡ്സ് എക്സ്പ്ലോസീവ് ബാറ്റിംഗ്. അൾട്രാ എക്സ്പ്ലോസീവ് ആയിരുന്നു. അദ്ദേഹം ആ കളി അങ്ങ് എടുത്തപ്പോഴേ കൊണ്ടുപോയി. സോ പെർഫോമൻസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് ടിം ഡേവിഡ്. വളരെ പെട്ടെന്ന് പറയാം, 2ാം റൗണ്ടിലെ ഏറ്റവും മികച്ച പ്രകടനം നമ്മൾ പട്ടികയിലാക്കുമ്പോൾ അതിൽ 1-ാം സ്ഥാനത്ത് ടിം ഡേവിഡ്, 2ാമത് ടിം ഡേവിഡ് വേഴ്സസ് CSK, അദ്ദേഹത്തിൻ്റെ CSKക്ക് എതിരെയുള്ള പ്രകടനം, 2ാമത് മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള സമീർ റിസ്വിയുടെ പ്രകടനം, 3ാമത് SRHനെതിരെയുള്ള മുഹമ്മദ് ഷമിയുടെ പ്രകടനം, 4ാമത് KKRനെതിരെയുള്ള നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഓൾറൗണ്ട് പ്രകടനം, 5ാമത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് എത്തിച്ച തുഷാർ ദേശ്പാണ്ഡെയുടെ ബോളിംഗ്. ഇതാണ് നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.